എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ കുറച്ച് കൊലപാതകങ്ങൾ, അതായത് ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ചില സിനിമകളുടെ ദൃശ്യങ്ങളാണ് അങ്ങനെ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ചില സിനിമകൾ അവർ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് മാർക്കോ, അതുപോലെ ദൃശ്യം പോലുള്ള സിനിമകൾ. പിന്നെ അതുപോലെ വേറെ സിനിമ അനിമല്, കിങ് തുടങ്ങിയ സിനിമകളിലെ ക്രൂരമായ വയലൻസ് രംഗങ്ങൾ മൂലം യുവാക്കൾ വഴിതെറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനോട് ചില സംവിധായകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സിബി മലയിൽ ആദ്യമായിട്ട് സിബി മലയിൽ എന്ന സംവിധായകൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് സമൂഹത്തിൽ എന്തു പ്രശ്നം ഉണ്ടായാലും അതിനെ പെട്ടെന്ന് സിനിമയുമായി ബന്ധിപ്പിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നല്ലതല്ല എന്നാണ് സിബി മലയിൽ പറയുന്നത്. സിനിമ മാത്രമല്ല സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതിലൊന്ന് മയക്കുമരുന്നാണ്. സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വളരെ സുലഭമായി മയക്കുമരുന്ന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഉള്ളത്. മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെടുന്ന കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് തിരിയുകയാണ്. വലിയ കുറ്റകൃത്യങ്ങളെ നിസ്സാരവലിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കുട്ടികളിൽ കാണുന്നത്. സ്വാഭാവികമായും സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നു ഉണ്ടാവാം, അത് ശരിയാണ്. പോസിറ്റീവ് ആയും നെഗറ്റീവ് ആയും സിനിമ സ്വാധീനിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് കുട്ടികളുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സിനിമകളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വയലൻസുമൊക്കെ വ്യത്യസ്തമായി കാണിക്കാറുണ്ട്, അത് ശരിയാണ്. എന്നാൽ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സിനിമ. സിനിമയ്ക്ക് വിഷയം ലഭിക്കുന്നത് എവിടെയാണ്? അത് പുറമെ നിന്നല്ല, സമൂഹത്തിൽ നിന്ന് തന്നെയാണ് സിനിമയ്ക്ക് വിഷയം ലഭിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളെ സിനിമയുടെ വിഷയമാക്കി മാറ്റുകയാണ് സംവിധായകരും തിരക്കഥാകൃത്തും ചെയ്യുന്നത്. അത് ഇന്നലെ നടന്ന കൊലപാതകം, അത് ഇന്നലെ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾ പോലും ചിലപ്പോൾ നാളെ സിനിമയ്ക്ക് ഒരു കഥയായി വരാം. വയലൻസ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന കൊമേഴ്സ്യൽ ഘടകമായും ഉപയോഗിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. വയലൻസ് ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ വരും എന്ന് ധരിച്ച് സിനിമ ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഒരു കാലത്ത് സെക്സ് ഓറിയന്റായ സിനിമകൾ ഇവിടെ ഉണ്ടാവുകയും അത്തരം സിനിമകൾ കാണാൻ പ്രേക്ഷകർ കൂടുതലായി എത്തുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ സെൻസർ വന്നതോടെ അതിന് തടയിടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അമിതമായ വയലൻസിനും കർശനമായ സെൻസർ നടപടികൾ ഉണ്ടാവണം എന്നാണ് സിബി മലയിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സിനിമയിലെ വയലൻസ് കുറയും. സിനിമ ചെയ്യുന്നവർ സമൂഹത്തോട് ഉത്തരവാദിത്തോടെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മയക്കുമരുന്നിന്റെയും വയലൻസിനെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സിനിമ ചെയ്യുന്നത് നല്ലതല്ല. വയലൻസും മയക്കുമരുന്നിന്റെ ഉപയോഗവും തെറ്റല്ല എന്നൊരു ഇൻഫോർമേഷൻ പ്രേക്ഷകർക്ക് സിനിമയിലൂടെ കിട്ടുവാൻ പാടില്ല. സിനിമ ചെയ്യുന്നവർ അത് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സിനിമ ചെയ്യുന്നവർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സാഹചര്യങ്ങൾ സിനിമയിലൂടെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയലൻസ് കാണാൻ ആളുകൾ വരുന്നെന്ന് വെച്ച് ന്യായീകരിക്കാൻ കഴിയാത്ത വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്നത് തെറ്റാണ്. മാർക്കോ എന്ന സിനിമയെ ആളുകളിലേക്ക് ആകർഷിച്ചത് അതിന്റെ വയലൻസ് ആണ്. അത് ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും കഴിയില്ല. വയലൻസ് കൊണ്ട് ആ സിനിമ വിജയിച്ചത് കമേഴ്സ്യൽ എലമെന്റ് ആയി കണ്ടുകൊണ്ട് വീണ്ടും അത്തരം സിനിമകൾ ചെയ്യാമെന്ന തോന്നൽ പലരിലും ഉണ്ടാകും. വയലൻസിന് ഒരു ലോജിക് ഉണ്ടാവണം. ഒരു സിനിമയിൽ വയലൻസ് കാണിക്കുമ്പോൾ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വയലൻസ് ആണ് എല്ലാറ്റിനും പരിഹാരം എന്നൊരു നരേറ്റീവ് സിനിമയിലൂടെ നൽകാൻ പാടില്ല. വയലൻസിനെ ന്യായീകരിച്ച് പ്രേക്ഷകർക്ക് അത് ചെയ്യാനുള്ള പ്രേരകമായി മാറ്റുന്നതും ശരിയല്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഫിലിം മേക്കർ വയലൻസിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ സിനിമ ചെയ്യുന്നത് നല്ലതല്ല. കലയ്ക്കും കലാകാരനും സിനിമയിലൂടെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കാൻ പാടില്ല. അടുത്തത്, ഇതിനെക്കുറിച്ച് കമൽ എന്ന സംവിധായകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമ കണ്ടതുകൊണ്ട് മാത്രം പുതിയ തലമുറ വഴിതെറ്റി പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിൽ പല പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നു മാത്രമാണ് സിനിമ. ഓൺലൈൻ ഗെയിംസ് കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൺലൈൻ ഇവർ എന്തൊക്കെ കാണുന്നു എന്നും നമുക്കറിയില്ല. ഇന്റർനെറ്റിൽ അമിതമായ ഉപയോഗം എങ്ങനെ ഒരു കുറ്റം ചെയ്യണം, എന്തൊക്കെ രീതിയിൽ അത് കുറ്റകൃത്യങ്ങൾ ലോകത്ത് നടക്കുന്നത് എന്ന തരത്തിൽ വിവരങ്ങൾ അവർക്ക് സൈബർ ലോകത്ത് നിന്ന് കിട്ടും.
ആ ഒരു ചിന്താഗതിയിലേക്ക് യുവതലമുറ പോകുന്നത് എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് എന്നത് വളരെ ശരിയാണ്. എന്നാൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് മദ്യം ആയിരുന്നെങ്കിൽ ഇപ്പോൾ കഞ്ചാവും കടന്ന് അതിനേക്കാൾ വലിയ വലിയ മയക്കുമരുന്നിലേക്ക് സ്കൂൾ കുട്ടികൾ വരെ പോകുന്ന ഒരു പ്രവണതയുണ്ട്. അത്തരത്തിൽ കുട്ടികൾ വഴിതെറ്റുന്നതിന് സിനിമയാണ് കാരണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മറ്റൊന്ന്, പുതിയ തലമുറയ്ക്ക് സിനിമയോടുള്ള ഒരു അഭിരുചി മാറിക്കഴിഞ്ഞു. വളരെ മൃദുവായ ഇമോഷൻസ് ഒന്നും സിനിമയിൽ കാണാൻ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് അതിനൊന്നുമുള്ള ക്ഷമയുമില്ല. വയലൻസ് ഉള്ള സിനിമകൾ കാണുമ്പോൾ അതിൽ വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ നടക്കും. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ കൂടിയ പങ്ക് ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, വയലൻസ് കൂടുതലുള്ള സിനിമകൾ ആണ്. അതിലേക്ക് മാത്രം സിനിമ ഒതുങ്ങിപ്പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻപ് എല്ലാത്തരം സിനിമകളും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും വരാറുണ്ടായിരുന്നു. അതിലേക്ക് മാത്രം സിനിമ ഒതുങ്ങിപ്പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻപ് പ്രണയകഥകൾ, കോമഡി, കുടുംബ ചിത്രങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ പല പല തലത്തിൽ അങ്ങനെ നിരവധി വിഷയങ്ങൾ സിനിമയ്ക്ക് പ്രമേയമായിരുന്നു. അതൊക്കെ സഹിഷ്ണുതയോടെ കണ്ടിരുന്ന ഒരു കാലം മാറി. യുവാക്കൾ മാത്രമല്ല, ആർക്കും ഇപ്പോൾ ഒന്നിനും ക്ഷമയില്ല. വയലൻസ് ആകുമ്പോൾ പെട്ടെന്ന് ഓരോന്നും സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന ത്രില്ലും ഉന്മാദവും ആളുകളെയും പ്രത്യേകിച്ച് യുവാക്കളെയും സന്തോഷിപ്പിക്കുന്നു. മാർക്കോ എന്ന സിനിമ വന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സിനിമകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ആലോചിക്കേണ്ടിയിരുന്നു. വയലൻസിന് മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അതിൻ്റെ അണിയറ പ്രവർത്തകർ അത്തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ തയ്യാറാകുന്നത്. അത്തരം സിനിമകൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടോ എന്നത് അവർ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമ്മൾ വിമർശിച്ചത് കൊണ്ടും അത്തരം സിനിമകൾ ഉണ്ടാകാതിരിക്കില്ല. കൊറിയർ സിനിമകളൊക്കെ നമ്മൾ പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ മാത്രം കണ്ടിരുന്നതാണ്. വയലൻസ് കൂടുതലുള്ള ഒരുപാട് സിനിമകൾ ചലച്ചിത്രമേളകളിലും മറ്റും വരാറുണ്ട്. പക്ഷെ അത് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ കാണാനും ഉണ്ടായിരുന്നുള്ളൂ. അതിലെ വയലൻസ് അവരെ സ്വാധീനിക്കുന്നത് പോലും ഇല്ല. ആ സിനിമയുടെ മേക്കിങ്ങും സൗന്ദര്യാത്മകതയുമാണ് ആളുകളെ അതിലേക്ക് ആകർഷിച്ചിരുന്നത്. പക്ഷെ കോവിഡിന് ശേഷം കാര്യങ്ങൾ മാറി പറഞ്ഞു. OTT വന്നതിന് ശേഷം ലോക സിനിമകൾ എല്ലാവരും കണ്ടു തുടങ്ങി. കൊറിയർ സിനിമകളുടെ കൾട്ട് നമ്മുടെ ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. വയലൻസ് മാത്രമല്ല, കൊറിയൻ പാട്ടുകൾ, വസ്ത്രധാരണം, ജീവിത രീതി തുടങ്ങിയ പല ഘടകങ്ങളും ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നണമെങ്കിൽ അത്രമാത്രം കാരണം ഉണ്ടാകണമല്ലോ. നമ്മുടെ പുതിയ തലമുറ വല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ കാണാം, ഒരു വണ്ടി പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തു പോകാനാണ് ചെറുപ്പക്കാർ ശ്രമിക്കുന്നത്. അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ്. ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാൻ വയ്യ ആളുകൾ. ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ കേട്ടിരിക്കാനുള്ള ക്ഷമയും 10 മിനിറ്റ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ കുട്ടികൾ അസ്വസ്ഥരാകാറുണ്ട് എന്ന് പല അധ്യാപകരും പറയാറുണ്ട്. അവരുടെ ചിന്തകളൊക്കെ വളരെ ഫാസ്റ്റായി സഞ്ചരിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് കമൽ പറയുന്നത്. യുവതലമുറ മാത്രമല്ല, പാലക്കാട് കുറെ പേരെ കൊന്ന ഒരാൾ, അയാളും ചെറുപ്പക്കാരനല്ല. പണ്ട് വല്ലപ്പോഴും കേട്ടിരുന്ന കൊലപാതക വാർത്ത ഇന്ന് നിരന്തരം കേൾക്കുകയാണ്. ഇത് അപകടകരമായ അവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ ഇത്തരത്തിൽ താളം തെറ്റിപ്പോകുന്നു എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ജനുവരി 15 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റകൃത്യങ്ങളുടെ എന്നതിൽ കൂടുതൽ വരുന്നത് കാരണം മീഡിയകൾ ഉൾപ്പെടെ ഇതിന് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമാണ്. വിദ്യാഭ്യാസ രീതികളും പാരന്റിങ്ങും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം വേണ്ട എമ്പതിയും ബഹുമാനവും ഒന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ സിസ്റ്റം മാറേണ്ടതിന്റെ സമയം കഴിഞ്ഞു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സിനിമയ്ക്കും മീഡിയയ്ക്കും വിദ്യാഭ്യാസത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ പങ്കുണ്ട്. അനിമൽ കിൽ തുടങ്ങിയ സിനിമകൾ നടത്തുന്ന എത്തിക്കൽ വയലേഷൻ എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. സിനിമ മാത്രം അല്ല, ഗെയിമും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും എന്തൊക്കെ വാർത്തകൾ എത്തണമെന്നതിന് ഒരു എത്തിക്സും ഇന്നത്തെ കാലത്ത് ഇല്ല. അടുത്തത് ബ്ലസ്സി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കുടുംബ സിനിമകളും സാമൂഹ്യ പശ്ചാത്തലമുള്ള സിനിമകളും വിജയം കണ്ടിരുന്ന കാലം മാറി. കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളുമുള്ള സിനിമകൾ വിജയം കാണുകയും യുവതലമുറയെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ അത്തരം സിനിമകൾ കൂടുതലായി നിർമ്മിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. കൊല്ലുന്നതും അക്രമം കാട്ടുന്നതുമെല്ലാം ലാഘവത്തോടെ കണ്ട് അത് അനുകരിക്കാൻ മടിയില്ലാത്ത
തലമുറയാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. വീഡിയോ ഗെയിമുകളും യുവതലമുറയെ അപകടത്തിലാക്കുന്നുണ്ട്. പ്രതിസന്ധികളെ മറികടന്ന ഏതുവിധനെയും ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സന്ദേശമാണ് ഗെയിമുകളിലൂടെ യുവാക്കളിൽ എത്തുന്നത്. പുതിയ ആവിഷ്കാരങ്ങൾ എല്ലാം സ്നേഹബന്ധങ്ങൾ പോലും നശിപ്പിക്കുന്നവയാണ്. വെഞ്ഞാറമൂട്ടിലെ പ്രതി അമ്മയോട് സ്നേഹമില്ലാത്ത ആളല്ല, അമ്മയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന മകനായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു.